മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ വെച്ച് കേന്ദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED ഉദ്യോഗസ്ഥരെ ഒരു സംഘം ആളുകൾ ക്രൂരമായി ആക്രമിച്ച കേസ് കേരള രാഷ്ട്രീയത്തിലും നിയമവ്യവഹാരങ്ങളിലും ഉണ്ടാക്കിയ വലിയ ചലനങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതികളെ നിലവിൽ പാർപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ പൂജപ്പുര ജില്ലാ ജയിലാണ്. എന്നാൽ അതീവ സുരക്ഷയോടെ പ്രതികളെ പാർപ്പിക്കേണ്ട പൂജപ്പുര ജില്ലാ ജയിലിനുള്ളിൽ പ്രതികൾക്ക് നിയമവിരുദ്ധമായ രീതിയിൽ വഴിവിട്ട സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും സുഖവാസ സൗകര്യങ്ങളും ലഭിക്കുന്നെന്ന ഗുരുതരമായ ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് നിലവിലുള്ള ജയിൽ ചട്ടങ്ങളെയും സുരക്ഷാ മാനദണ്ഡങ്ങളെയും പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പ്രതികൾക്ക് ജയിലിനുള്ളിൽ VIP പരിഗണന ലഭിക്കുന്നെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ വിഷയം അതീവ കടുത്ത നിലപാട് അല്ലെങ്കിൽ അതീവ ഗൗരവത്തോടെ കടുത്ത ഇടപെടലുകൾ നടത്താനുള്ള ഒരുക്കത്തിൽ കൂടിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി എത്തിയ ഉദ്യോഗസ്ഥരെ പരസ്യമായി റോഡിലിട്ട് വധിക്കാൻ ശ്രമിച്ച കേസാണിത് എന്നതുകൊണ്ട് തന്നെ ഇതിലെ പ്രതികൾക്ക് ജയിൽ അധികൃതർ തന്നെ എല്ലാവിധ ഒത്താശകളും ചെയ്തു നൽകുന്നു എന്നുള്ള വാർത്തകളെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാനും ആവശ്യമായ കർശന നടപടികൾ സ്വീകരിക്കാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അടിയന്തര നീക്കങ്ങൾ ആരംഭിച്ചതായാണ് ഡൽഹിയിൽ നിന്നുള്ള സൂചനകൾ വ്യക്തമാക്കുന്നത്. കേരളത്തിലെ സാധാരണ ജയിൽ ചട്ടങ്ങൾ അനുസരിച്ച് റിമാൻഡിലോ വിചാരണയിലോ കഴിയുന്ന തടവുകാരെ അവർക്ക് കാണാൻ അനുവാദമുള്ള അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്കും അതുപോലെ തന്നെ നിയമപരമായ അഭിഭാഷകർക്കും മാത്രമാണ് കൃത്യമായ അനുമതിയുള്ളത്. അതും ആഴ്ചയിൽ 2 തവണ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. സന്ദർശനം അനുവദിക്കുന്ന സമയം, സന്ദർശകരുടെ വിവരങ്ങൾ എന്നിവ കൃത്യമായി ജയിൽ രേഖകളിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ കേസിൽപ്പെട്ട 26ഓളം വരുന്ന പ്രതികളുടെ കാര്യത്തിൽ ഈ ചട്ടങ്ങളെല്ലാം വെറും ജലരേഖയായി മാറുന്നു എന്നുള്ളതാണ് ആക്ഷേപങ്ങൾ. ജയിൽ ചട്ടങ്ങൾ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ട് ഈ പ്രതികളെ കാണാൻ ദിവസേന വലിയ തോതിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെയും അവരുടെ അണികളുടെയും വൻ പടയാണ് പൂജപ്പുര ജയിലിലേക്ക് ഒഴുകിയെത്തുന്നതെന്നും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അതായത് IB നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. ഈ നഗ്നമായ നിയമലംഘനവും അവിഹിത ഇടപാടുകളും ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക പരിശോധനകളിലോ കോടതി ഇടപാടുകളിലോ അല്ലെങ്കിൽ കോടതി ഇടപെടലുകളിലോ പിടിക്കപ്പെടാതിരിക്കാൻ ജയിൽ ജീവനക്കാർ പ്രത്യേക താല്പര്യമെടുത്ത് ഒത്തുകളിക്കുകയാണെന്നുള്ള ആക്ഷേപവും ശക്തമാകുന്നുണ്ട്. ജയിലിലെ ഔദ്യോഗിക സന്ദർശക രജിസ്റ്ററിൽ എത്തുന്നവരുടെ മുഴുവൻ വിവരങ്ങളും കൃത്യമായി രേഖപ്പെടുത്താതെയും ചിലരുടെ പേരുകൾ മാത്രം എഴുതിയതും പ്രതികളെയും സന്ദർശകരായ രാഷ്ട്രീയക്കാരെയും സംരക്ഷിക്കാൻ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഗുരുതര സാഹചര്യം കണക്കിലെടുത്ത് കേന്ദ്ര ഏജൻസികൾ വരും ദിവസങ്ങളിൽ പൂജപ്പുര ജയിലിലെ യഥാർത്ഥ സന്ദർശക രജിസ്റ്ററിന്റെ ഒറിജിനൽ പകർപ്പും അവിടുത്തെ കവാടങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളും അടക്കം ഔദ്യോഗികമായി ആവശ്യപ്പെടാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതിനായി കോടതി മുഖേനയോ നേരിട്ടോ ഉള്ള നിയമ നടപടികൾ ED ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഈ വിവരങ്ങൾ പുറത്തു വന്നതോടെ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും കടുത്ത അസ്വസ്ഥതയിലാണ്. സംസ്ഥാന ഭരണകൂടത്തിന്റെ പ്രതിച്ഛായയും ക്രമസമാധാന പരിപാലനത്തെയും ബാധിക്കുന്ന ഈ ഗുരുതരമായ വിഷയത്തിൽ അദ്ദേഹം വ്യക്തിപരമായി അതൃപ്തി രേഖപ്പെടുത്തുകയും ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് അടിയന്തരമായി നേരിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. വധശ്രമം, കേന്ദ്ര ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ ജാമ്യവിലാ വകുപ്പുകൾ ചുമത്തപ്പെട്ട ഈ കേസിലെ 26 പ്രതികളെയും ജയിലിലെ വിശാലമായ ഒരൊറ്റ വലിയ സെല്ലിലാണ് ഒന്നിച്ച് പാർപ്പിച്ചിരിക്കുന്നത്. ഇത് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ വലിയ രീതിയിലുള്ള സംശയങ്ങൾക്കും ആശങ്കകൾക്കും ഇടയാക്കിയിട്ടുമുണ്ട്. സാധാരണ നിയമവ്യവസ്ഥ അനുസരിച്ചും ജയിൽ മാനുവൽ പ്രകാരവും ഒരേ കേസിൽ പ്രതികളായവരെയും ഗൂഢാലോചനയിൽ പങ്കാളികളായവരെയും പരസ്പരം കാണാനോ സംസാരിക്കാനോ സാധിക്കാത്ത വിധം വ്യത്യസ്ത സെല്ലുകളിലോ വേറെ വേറെ ബ്ലോക്കുകളിലോ പാർപ്പിക്കേണ്ടതാണ്. കാരണം ഇവർ ഒന്നിച്ചിരുന്നാൽ കേസിന്റെ തുടരന്വേഷണത്തെ ബാധിക്കുന്ന രീതിയിലുള്ള കൂട്ടായ തീരുമാനങ്ങൾ എടുക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനുമുള്ള തന്ത്രങ്ങൾ മെനയാനും സാധ്യതകൾ ഏറെയാണ്. എന്നാൽ ഇവിടെ നിയമപരമായ എല്ലാ മുൻകരുതലുകളും ലംഘിച്ചുകൊണ്ട് പ്രതികൾക്ക് ഒന്നിച്ചു കഴിയാനും ജയിലിലിരുന്ന് തന്നെ സുരക്ഷിതമായ ഭാവി കാര്യങ്ങൾ കേസ് അട്ടിമറിക്കേണ്ട രീതികളും ആസൂത്രണം ചെയ്യാനും ജയിൽ അധികൃതർ തന്നെ സൗകര്യമൊരുക്കിയത് ഇന്ത്യൻ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായാണ് ED കാണുന്നത്. വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. ജയിൽ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ ഭരണാനുകൂല സംഘടനയിലെ ഒരു പ്രമുഖ ഇടതുപക്ഷ സഹയാത്രികനായ ഉദ്യോഗസ്ഥനാണ് പ്രതികൾക്കായി ഈ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കുന്നതെന്നും പിന്നിലെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ചെന്ന വ്യക്തമായ വിവരങ്ങളും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുമുണ്ട്. ഇയാൾ തൻ്റെ ഔദ്യോഗിക പദവിയും മുൻ ഭരണകാലത്തുണ്ടായിരുന്ന സ്വാധീനവും ഉപയോഗിച്ച് അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്ത് ജയിലിനുള്ളിൽ ഒരു സമാന്തര ഭരണ സംവിധാനം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കേരളത്തിൽ രാഷ്ട്രീയമായ മാറ്റങ്ങൾ സംഭവിക്കുകയും പുതിയ UDF സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തെങ്കിലും ജയിൽ വകുപ്പിൽ മുൻ സർക്കാരിൻ്റെ കാലത്ത് താക്കോൽ സ്ഥാനങ്ങളിലും അതുപോലെ തന്നെ നിർണായകമായ പദവികളിലും ഇരുന്ന പ്രമുഖ ഉദ്യോഗസ്ഥർക്ക് കാര്യമായ സ്ഥലം മാറ്റമോ ഭരണപരമായ സ്ഥാനചലനമോ ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ വഴിവിട്ട സഹായങ്ങൾക്ക് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഭരണം മാറിയിട്ടും തങ്ങളുടെ പഴയ ഭരണസ്വാധീനവും അതുപോലെ തന്നെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളും ഉപയോഗിച്ച് രാഷ്ട്രീയ തടവുകാരുടെ ഗണത്തിൽപ്പെടുത്തി ഈ പ്രതികൾക്ക് ജയിലിനുള്ളിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സുഖവാസം ഒരുക്കാൻ ഈ ഉദ്യോഗസ്ഥ വിഭാഗം ഇപ്പോഴും മടിക്കുന്നുമില്ല.
പുതിയ ഭരണകൂടത്തിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും കൺമുന്നിൽ വെച്ചാണ് ജയിൽ വകുപ്പിനാകെ വലിയ നേണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള ഈ അധികാര ദുർവിനിയോഗവും ചട്ടലംഘനവും പൂജപ്പുര ജില്ലാ ജയിലിൽ യാതൊരു തടസ്സവുമില്ലാതെ ദിവസങ്ങളായി ഇറങ്ങിയിരുന്നത്. ഇത് പുതിയ ആഭ്യന്തരമന്ത്രിക്കും ഭരണകൂടത്തിനും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയും പ്രതിപക്ഷത്തു നിന്നുള്ള ആയുധവുമായി മാറിക്കഴിഞ്ഞിട്ടുമുണ്ട്. റിമാൻഡ് പ്രതികളെ ജയിലിൽ നിയമപ്രകാരം മുഴുവൻ സമയവും ലോക്കപ്പിൽ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും പ്രാഥമിക ആവശ്യങ്ങൾക്കും കുളിക്കുന്നതിനും ഭക്ഷണത്തിനുമായി നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട കൃത്യമായ ആവശ്യ സമയങ്ങളിൽ മാത്രം സെല്ലിന് പുറത്തിറക്കണമെന്നുമാണ് കർശനമായ വ്യവസ്ഥയുള്ളത്. എന്നാൽ ഈ കേസിലെ പ്രതികളുടെ കാര്യത്തിൽ ജയിൽ ജീവനക്കാർ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇവർ ഒരു സുഖവാസ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ വിനോദയാത്രയ്ക്കോ വന്ന പ്രതീതിയിലാണ്. ഇവർക്ക് യഥേഷ്ടം പകൽ സമയങ്ങളിൽ സെല്ലിന് പുറത്തിറങ്ങി നടക്കാനും ജയിൽ വളപ്പിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ സ്വതന്ത്രമായി വിഹരിക്കാനും ജയിലിലെ ഉദ്യോഗസ്ഥരുമായി സൗഹൃദം പങ്കിടാനും പ്രത്യേക അവസരമാണ് ജയിൽ അധികൃതർ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ഇത് റിമാൻഡ് തടവുകാരുടെ സുരക്ഷാ വ്യവസ്ഥകളുടെ ലംഘനമായ അല്ലെങ്കിൽ നഗ്നമായ ലംഘനവും ജയിൽ സുരക്ഷാ മാനുവലിലെ ലംഘനവുമായാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനു പുറമെ പ്രതികൾക്ക് ജയിലിനുള്ളിൽ അതീവ രഹസ്യമായി ഉപയോഗിക്കാനായി ആധുനിക സ്മാർട്ട് ഫോണുകളും അതുപോലെ ലഹരി വസ്തുക്കൾ, സിഗരറ്റ് തുടങ്ങിയ വീട്ടിൽ നിന്നും പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും പ്രത്യേകമായി തയ്യാറാക്കി എത്തിക്കുന്ന ആഡംബര ആഹാര പദാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ളവ മറ്റ് ആവശ്യ വസ്തുക്കളും ജയിലിനുള്ളിലേക്ക് യാതൊരു സുരക്ഷാ പരിശോധനയുമില്ലാതെ എത്തിക്കാൻ ചില ജീവനക്കാരുടെ സജീവമായ സഹായവും അവിഹിത ഇടപെടലുകളും ലഭിക്കുന്നതായും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൃത്യമായ ഡിജിറ്റൽ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ജയിലിനുള്ളിലിരുന്ന് പ്രതികൾ പുറം ലോകവുമായി നിരന്തരം ബന്ധപ്പെടാനും സാക്ഷികളെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തി സ്വാധീനിക്കാനോ മൊഴിമാറ്റിക്കാനോ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾ ചോർത്താനോ ഈ ഫോൺ സൗകര്യം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ED പ്രധാനമായും സംശയിക്കുന്നത്. ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ജയിലിലെ ഫോൺ വിളികളെക്കുറിച്ചും അവിടുത്തെ മൊബൈൽ ടവർ പരിധിയിൽ ജയിലിനകത്തു നിന്നും സജീവമായ നമ്പറുകളെക്കുറിച്ചും സൈബർ സെല്ലിൻ്റെ പ്രത്യേക സഹായത്തോടെ ആഴത്തിലുള്ള സൈബർ അന്വേഷണം നടത്താൻ കേന്ദ്ര ഏജൻസികൾ ഗൗരവമായി ആലോചിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. തങ്ങളെയും തങ്ങളുടെ സഹപ്രവർത്തകരെയും ക്രൂരമായി വധിക്കാൻ ശ്രമിച്ച ഈ കേസ് പ്രാദേശിക തലത്തിലുള്ള രാഷ്ട്രീയ ഭരണ സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിക്കാൻ വലിയ സാധ്യതയുണ്ടെന്നാണ് ED തുടക്കം മുതലേ വിലയിരുത്തിയിരുന്നത്. ഇപ്പോൾ പ്രതികൾക്ക് ജയിലിനുള്ളിൽ നിന്ന് ലഭിക്കുന്ന അനധികൃതമായ പിന്തുണയും നിയമവിരുദ്ധമായ ഒത്താശയും പരസ്യമായി പുറത്തു വന്നതോടെ ഈ കേസിന്റെ വിചാരണയും തുടർ നടപടികളും കേരള സംസ്ഥാനത്തിന് പുറത്തുള്ള ബംഗളൂരുവിലേക്കോ ചെന്നൈയിലേക്കോ ഉള്ള മറ്റേതെങ്കിലും പ്രത്യേക CBI ED കോടതിയിലേക്ക് മാറ്റുന്നതിനുള്ള നിയമസാധ്യതകളും ED അതീവ ഗൗരവത്തോടെ ആരായുന്നുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത പ്രതികൾക്ക് സംസ്ഥാനത്തെ ജയിലിനുള്ളിൽ VIP പരിഗണനയും പ്രത്യേക സംരക്ഷണവും ലഭിക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കാനാകില്ലെന്ന കർശന നിലപാടിലാണ് ED ഉന്നത ഉദ്യോഗസ്ഥരും കേന്ദ്ര സർക്കാരുമുള്ളത്. ജയിലിലെ ഈ ഞെട്ടിക്കുന്ന ചട്ടലംഘനങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർ കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സമാന്തരമായി പരിശോധിക്കുന്നുമുണ്ട്. പ്രതികൾ ജയിലിനുള്ളിൽ ഇരുന്ന് നടത്തിയ ഫോൺ കോളുകളുടെ ടവർ ലൊക്കേഷനുകൾ, കോൾ ഡീറ്റെയിൽസ് റെക്കോർഡുകൾ, അതായത് CDR അടക്കമുള്ളവ ശാസ്ത്രീയമായും ഡിജിറ്റലുമായുള്ള തെളിവുകൾ അടിയന്തരമായി ശേഖരിക്കാൻ കമ്മീഷണർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കേന്ദ്ര ഏജൻസികൾ ഈ റിപ്പോർട്ടിനെ ദേശീയ തലത്തിൽ തന്നെ ഗൗരവത്തോടെ എടുത്ത പശ്ചാത്തലത്തിൽ ലോക്കൽ പോലീസിനും ഈ വിഷയത്തിൽ കണ്ണടയ്ക്കാനോ നിസ്സംഗത പാലിക്കാനോ സാധിക്കുകയില്ല. വരും ദിവസങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ കർശനമായ നിർദ്ദേശപ്രകാരവും സമ്മർദ്ദത്തിന്മേലും ജയിൽ വകുപ്പ് മേധാവിക്ക് പൂജപ്പുര ജയിലിൽ നേരിട്ടെത്തി മിന്നൽ പരിശോധന നടത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ജയിൽ ചട്ടലംഘനത്തിന് കൂട്ടുന്ന ഇടതുപക്ഷ അനുഭാവിയായ ഉദ്യോഗസ്ഥനെതിരെയും മറ്റ് ജീവനക്കാർക്കെതിരെയും ശക്തമായ വകുപ്പ് തല നടപടികൾക്കും സസ്പെൻഷനിലേക്കും കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതകളുമുണ്ട്. അതോടൊപ്പം തന്നെ കേസ് അട്ടിമറിക്കാതിരിക്കാൻ പ്രതികളെ ഒന്നിച്ച് പാർപ്പിച്ചിരിക്കുന്ന സെല്ലുകൾ അടിയന്തരമായി മാറ്റണമെന്നും അവരെ സംസ്ഥാനത്തെ വിയ്യൂർ, കണ്ണൂർ സെൻട്രൽ ജയിലുകൾ ഉൾപ്പെടെയുള്ള വ്യത്യസ്ത ജയിലുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ തന്നെ ശക്തമായി ഉയർന്നുമുണ്ട്. ജയിലുകളിലെ ഇത്തരം ക്രമക്കേടുകൾ തടയുന്നതിന് ശക്തമായ സുരക്ഷാ ഓഡിറ്റിംഗ് ആവശ്യമാണെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. മുൻകാലങ്ങളിലും സമാനമായ രീതിയിൽ രാഷ്ട്രീയ തടവുകാർക്ക് കേരളത്തിലെ ജയിലുകളിൽ പ്രത്യേക പരിഗണന ലഭിച്ചതായുള്ള ആരോപണങ്ങൾ ഉയരുകയും ചെയ്തിട്ടുണ്ട്, പരാതികളും വന്നിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര ഏജൻസിയുടെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളായവർക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ നൽകുന്നത് രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണെന്നാണ് നിയമവിദഗ്ധർ പോലും വിലയിരുത്തുന്നത്. പ്രതികൾക്ക് ലഭിക്കുന്ന ഈ അവിഹിത പിന്തുണയ്ക്ക് പിന്നിൽ ജയിൽ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ മാത്രമല്ല, പുറത്തുനിന്നുള്ള ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകളും ഉണ്ടെന്നാണ് സംശയിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടായില്ല എങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടാനും സാധ്യതയുണ്ട്. പൂജപ്പുര ജയിലിലെ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ഈ ദൃശ്യങ്ങൾ അടിയന്തരമായി ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കാൻ കോടതി മുഖേനയുള്ള നീക്കങ്ങളും സജീവമാണ്. സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിനെ തിരികൊളുത്തിയ ഈ വിഷയം വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളിലേക്കും ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനിലേക്കും നയിക്കുമെന്ന കാര്യത്തിലും വലിയ തരത്തിലുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഇപ്പോഴാ ഇത് തെളിയിക്കപ്പെട്ടാൽ, ഈ പറഞ്ഞ അവിശുദ്ധ കൂട്ടുകെട്ട് തെളിയിക്കപ്പെട്ടാൽ ഒരുപക്ഷെ ഉദ്യോഗസ്ഥരുടെ ജോലി തന്നെ തെറിക്കാനും സാധ്യതകളുണ്ട്.